ഇത് അതിനൊരു തേങ്ങ എടുത്തതാണ്. ഇതിന് വേപ്പിലക്കട്ടി എന്ന് പറയും. പക്ഷേ ചമ്മന്തി തന്നെയാണ് പറയുന്ന, വേപ്പിലക്കട്ടി എന്നാണ്. കരിവേപ്പില കൂടുതൽ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഒരേപോലെ ആകാൻ വേണ്ടി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. അല്ലെങ്കിൽ മൂക്കും പല മൂപ്പ് വരും, അതുകൊണ്ടാണ്. ഇത് അതിനിടാനുള്ള മുളക് പൊടിയാണ്, മുളകാണ്. ഇത്രയും മുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി ഇഞ്ചി, ഒരു പിടി ഇച്ചിരും കൂടി ചെറിയ ഉള്ളി, പുളി, വേപ്പില, ഉപ്പ്. എത്ര നാൾ വേണേലും കേടാകാതിരിക്കും. പക്ഷേ ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വേഗം വേഗം തിന്ന് തീർക്കും. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിന് ചട്ടി അടുപ്പേ വെച്ചു, ചൂടായി. അതിലേക്ക് നമ്മൾ ഇച്ചിരി കുറച്ച് മതി എണ്ണ ഒഴിക്കുകയാണ്. അതിൽ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാൻ. മുളക് വറുത്ത് കോരി ഇനി ഇഞ്ചിയിടാം. ഇതെല്ലാം ഒരു വിധം വഴന്ന് വരുന്ന തേങ്ങ വേപ്പില. ഇതെല്ലാം കൂടെ വറുത്ത് മൂപ്പിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മളിത് തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഈ മൂപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്താൽ തീ ഓഫ് ചെയ്തു. ഇനി ഇതിരുന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന് ആദ്യം മുളക് പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം തേങ്ങയും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് പൊടിക്കാൻ. ഒരുവിധം പൊടിഞ്ഞാൽ മതി. തേങ്ങയൊക്കെ വറുത്തില്ലേ, അത് പൊടിച്ചുകൊണ്ട് വന്നു. ആ പൊടിച്ചുകൊണ്ട് വന്നത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുടഞ്ഞിടാം. ഈ ചമ്മന്തി പൊടിച്ചത്, ഇതിന് വേപ്പിലക്കട്ടിയെന്നും പറയും, ചമ്മന്തിപ്പൊടിയെന്നും പറയും. ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത്. അടുത്തൊരു ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റ് ഉള്ളതാണ്.